ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൗതമിൻ്റെയും അളകനന്ദനും പിങ്കിയുടെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ പ്രൊമോ സെഷനിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് അടുത്ത ആഴ്ചയിലെ പ്രൊമോ സെഷൻ പറയുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും എല്ലാ ദിവസവും ഞങ്ങൾ എത്തുന്നതായിരിക്കും. എന്തായാലും ഗൗതമിൻ്റെയും അളകനന്ദനും പിങ്കിയുടെയും അടുത്ത ആഴ്ചയിലെ കഥ എന്നുള്ള വമ്പൻ ടെസ്റ്റുകളാട്ടോ. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞ ആ അതിഥി താരം എത്തുന്നു. നമ്മുടെ പ്രേക്ഷകരെ ഒരുപാട് സന്തോഷത്തിലാഴ്ത്തുന്ന ഒരു നിമിഷങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച. എന്തായാലും നമ്മുടെ പ്രേക്ഷകരായ നമ്മുടെ പരാധീനതകളൊക്കെ മാറ്റിക്കൊണ്ട് ഗൗതമൻ്റെയും നന്ദയുടെയും കഥ വലിയ വഴിത്തിരിവിലേക്ക് പോകുന്നു. അവൻ എത്തുന്നു. ആരാണ്? അതിഥി താരം അർജുൻ എത്തുന്ന ഒരു ഭാഗമൊക്കെയാണ് അടുത്ത ആഴ്ചയിലെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മറക്കരുത്. കഴിഞ്ഞ ദിവസം കുറച്ച് കാലമായിട്ട് നമ്മൾ ഈ കഥ കേൾക്കുവാനോ കാണാനോ താല്പര്യമില്ലാതെ ഒരുപാട് പേര് അകന്നു നിൽക്കുന്നുണ്ട്. അവരെ വീണ്ടും മടക്കിക്കൊണ്ടുവരാനുള്ള ഒരു മടങ്ങി വരാനുള്ള നല്ലൊരു അവസരമാണ് അടുത്ത ആഴ്ചയിലെ പ്രൊമോ വിശേഷത്തിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും വളരെ സന്തോഷമുണ്ട്, നമുക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ചയിലെ പ്രൊമോ വിശേഷം, റീൽ വിശേഷങ്ങളൊക്കെ നിങ്ങൾ എൻ്റെ ഈ ചാനലിലൂടെ കാണുവാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ചയിലെ എപ്പിസോഡിൽ ആദ്യ ഭാഗത്ത് കൊണ്ടുവന്ന പിങ്കി എങ്ങനെയാണ് ഇന്ദീവരത്തൊരു സ്റ്റാറായി മാറാൻ ശ്രമിക്കുന്നത്, എങ്ങനെയാണ് സ്റ്റാറായി മാറേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഈ ആഴ്ച തീർന്നത്. അങ്ങനെ രത്നാകരനെ കയ്യിലെടുത്തുകൊണ്ട് രത്നാകരൻ വഴി ചില ഓപ്പറേഷൻ നടത്തുകയും അങ്ങനെ ഇന്ദീവരത്തിൻ്റെ ശല്യമായി മാറിയ രത്നാകരനെ പിങ്കി തന്ത്രപൂർവ്വം ഒതുക്കി അത് ഇന്ദീവരത്തറിയുമ്പോൾ പിങ്കിയെ വാനോളം ഇന്ദീവരം പൂഴ്ത്തുമെന്ന് പിങ്കിക്ക് മനസ്സിലായി. അങ്ങനെ ഒരു കളി അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ, ആ ഒരു മുൻപോട്ടുള്ള ആ രത്നാകരനെ വെച്ചുള്ള ഒരു ഓപ്പറേഷനാണ് അടുത്ത ആഴ്ചയിൽ ആദ്യ ഭാഗങ്ങളിൽ നടത്തുന്നത്. എന്നാൽ അതിനൊക്കെ ബദലായിട്ട് നമുക്കൊക്കെ സന്തോഷം തോന്നുന്ന ചില നിമിഷമുണ്ട്. നന്ദയുടെ ചില തന്ത്രപരമാകുന്ന നീക്കങ്ങൾ, അത് ഇന്ദീവരം തറവാട്ടിനെയും അതുപോലെ പിങ്കിയൊക്കെ ഞെട്ടിക്കുന്ന ചില നിമിഷങ്ങളൊക്കെയാണ്. അപ്പം ഇതിനിടയിൽ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. നമ്മുടെ ഗൗതമുമായിട്ട് പിങ്കി ചില കരാറുകൾ ഒപ്പുവെച്ചിരുന്നു. എന്താണ്? ഒന്നുകൂടി രാമേശ്വരത്ത് ഗൗതമനൊപ്പം പോകുക, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് പിങ്കി. ഇതിനിടയിലാണല്ലോ ഈ രത്നാകരൻ വന്നതും അതുപോലെ ഗൗതം ഈ പിങ്കിയുമായിട്ടുള്ള യാത്രയ്ക്ക് ഒരുക്കം ആയതും അല്ലെങ്കിൽ നന്ദ അതിന് സമ്മതിച്ചതുമൊക്കെ പിങ്കിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവുകയാണോ. ഇതുവരെ താൻ ആഗ്രഹിച്ചതെല്ലാം നേടിയതുപോലെ പിങ്കി വളരെ ഹാപ്പിയായിട്ട് നിൽക്കുന്നു. അതിനിടയിൽ നമ്മുടെ ഗിരിജ മാക്സിമം പിങ്കിയെ പ്രോത്സാഹിപ്പിക്കാനും ഗൗതമനെ സ്വന്തമാക്കുവാനും അതുപോലെ ഇന്ദീവരത്ത് ഒരു സൂപ്പർ സ്റ്റാറായി മാറുവാനൊക്കെ ഒരു അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഗിരിജയുടെ തന്ത്രപരമായ നീക്കങ്ങളൊക്കെ നമുക്ക് അടുത്ത ആഴ്ച കാണുന്നുണ്ട്. അതിനിടയിൽ ചില സംഭവങ്ങൾ നന്ദയുടെയും ഗൗതമിൻ്റെയും ഒരുമിച്ചുള്ള ചില നീക്കങ്ങൾ, പിങ്കിയുടെ ഗൂഢതന്ത്രങ്ങൾ അല്ലെങ്കിൽ മുൻപ് ചെയ്ത ചതിക്കുഴികളെ അല്ലെങ്കിൽ ചതികൾ തിരിച്ചറിയുന്നതും അടുത്ത ആഴ്ച എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ചതി തിരിച്ചറിഞ്ഞ ഇന്ദീവരം തറവാട്ടുകാർ ഗിരിജയെ ഇന്ദീവരത്തു നിന്ന് അടിച്ചിറക്കുന്ന ചില സംഭവങ്ങളൊക്കെ നമുക്ക് സന്തോഷത്തോടു കൂടി കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും വളരെ ഹാപ്പി ആയിട്ടാണ്, ഞാൻ ആവേശത്തോടു കൂടിയാണ് ഈ പ്രൊമോഷൻ പോലും പറയുന്നത്. കാരണം നമുക്ക് ഒരുപാട് ആകാംക്ഷ ഉണ്ടായിരുന്നു ഈ അടുത്ത നന്ദയുടെ കഷ്ടപ്പാടും കണ്ണുനീരും വേദനയൊക്കെ മാറുന്നത് എന്നാണൊക്കെ എന്നൊക്കെ ചിന്തിച്ച് ഒരുപാട് പേര് കമൻറ്റൊക്കെ ചെയ്തിരുന്നു. എന്താണ് ഇങ്ങനെയൊക്കെ കഥ പോകുന്നത്, കഥ വളരെ മോശമായി പോകുന്നല്ലോ, നന്ദയ്ക്കെന്നും തിരിച്ചറികളാണല്ലോ കിട്ടുന്നത് എന്നൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു. അതിനൊക്കെ ഒരു പരിഹാരമാണ് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ദിവസത്തെയും റിയൽ വിശേഷം പ്രൊമോ വിശേഷം നിങ്ങൾ കാണണം മറക്കല്. അങ്ങനെ ഗിരിജനെ പുറത്താക്കുവാൻ ഒരു കാരണമുണ്ട്. എന്താണ്? ഗിരിജ ചില തന്ത്രങ്ങൾ മെനയുന്നുണ്ടല്ലോ, അതായത് പിങ്കിയെ സഹായിക്കുവാൻ വേണ്ടി. അതിന് മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പിങ്കി മുൻപ് പിങ്കിയെ സഹായിച്ച ഒരു വ്യക്തിയെ കാണുന്നുണ്ട്. ആരായിരിക്കും അത്? നമ്മൾ നന്ദയുടെ കുഞ്ഞിനെ ജന്മം നൽകുവാൻ വേണ്ടി ഒരാൾ ഇറങ്ങി വന്നായിരുന്നല്ലോ. ആ വ്യക്തി, ആ സ്ത്രീയെ നമ്മൾ സ്ത്രീയെ പോയി പിങ്കി പോയി കാണുകയാണ്, രഹസ്യത്തിൽ കാണുന്നുണ്ട്. എന്തിനാണ് എന്നുള്ളതിനെ വ്യക്തമായിട്ടില്ല. ഒരു വർഷമെങ്കിൽ വല്ല പാരിതോഷികവും കൊടുക്കാനായിരിക്കും, അവരുടെ കഷ്ടപ്പാടൊക്കെ കണ്ടിട്ടായിരിക്കും. അങ്ങനെ രാജേഷിനെയും അതുപോലെ ഈ സ്ത്രീയെയും ഒരുപാട് നാളായിട്ട് ആ പേര് ഞാൻ മറന്നുപോയി. എന്തായാലും ആ സ്ത്രീയെ, അതായത് നന്ദയുടെ പേഷ്യൻ്റ് ആയിരുന്ന രാജേഷിനെയും അതുപോലെ ആ സ്ത്രീയെയും കാണുകയാണ്. പിങ്കി പോയി കാണുകയാണ് രഹസ്യമായിട്ട്, ഒരു ക്യാനിൽ വെച്ച് കാണുകയും അവരുമായിട്ട് സംസാരിക്കുവാൻ ചില കാരണങ്ങളുണ്ട്. കാരണം വെച്ചാൽ ഇത് എനിക്ക് നമുക്കൊക്കെ ഈ പ്രൊമോ വിശേഷത്തിലൂടെ മനസ്സിലാക്കുന്നത് ഗൗതമിൻ്റെയും നന്ദയുടെയും ഒരു പ്ലാൻ ആയിരുന്നു എന്ന് തോന്നുന്നു. കാരണം
ആരാണ് ഈ നന്ദേനെയും ഗൗതമിനെയും ചതിച്ചത്? യഥാർത്ഥത്തിൽ ആദ്യം ഈ സരോഗസിക്ക് തയ്യാറായ ഈ പെൺകുട്ടി ആദ്യം അല്ലെങ്കിൽ പൂർണ്ണമായി സമ്മതം കൊടുത്തിട്ട് ഒടുവിൽ പിന്മാറിപ്പോയല്ലോ. അതിൽ പിങ്കിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഗൗതം കളിച്ചൊരു കളിയാണോ എന്ന് ഒക്കെ നമുക്ക് പ്രമോ വിശേഷത്തോടെ നമുക്ക് സംശയമുണ്ടാകുന്നുണ്ട്. അങ്ങനെ ഈ സമയത്ത് പിങ്കി ഈ സ്ത്രീയുമായി കണ്ട് സംസാരിച്ചു കൊണ്ട് ഇരിക്കുന്നതിനിടയിൽ ഗൗതം അവരുടെ ഇടയിലേക്ക് വരികയാണ്. ഫുൾ ഡ്രസ്സിൽ, പോലീസ് ഡ്രസ്സിൽ തന്നെ വരികയാണ്. അങ്ങനെ അവിടെ വെച്ച് പിങ്കിയെ കൈയോടുകൂടി പൊക്കുകയാണ്. പിങ്കിയാണ് ഈ സ്ത്രീയെ ലാബിലേക്ക് കൊണ്ടുപോയി ലാബിൽ പൂട്ടിയിട്ടതെന്നും സരോഗസി സമയം വൈകിപ്പിച്ചതും പിങ്കിയാണെന്നുള്ള സത്യം ഈ സ്ത്രീയിൽ നിന്നും പിങ്കിയിൽ നിന്നും മനസ്സിലാക്കിയ ഗൗതം ഇത് ഇന്ദീവരം തറവാട്ടിൽ അറിയിക്കുകയും അങ്ങനെ ഒടുവിൽ നന്ദയും ഇതറിയുകയാണ്. നന്ദയും ഗൗതമും ഇതറിഞ്ഞ് ഒടുവിൽ ഇന്ദീവരം തറവാട്ടിൽ ഇത് അറിയിക്കുകയും അങ്ങനെ അത് വലിയൊരു പ്രശ്നമാക്കി ഇന്ദീവരത്ത് മാറ്റുകയാണ്. അല്ലെങ്കിൽ പിങ്കി ഇത് ചതിച്ചതാണെന്നും പിങ്കി തൻ്റെ വയറ്റിൽ ഗൗതമിൻ്റെ നന്ദനെ കുഞ്ഞ് ജനിക്കുവാൻ വേണ്ടി കളിച്ച കളിയാണെന്നൊക്കെ തിരിച്ചറിഞ്ഞ് ഇന്ദീവരം തറവാട്ടിൽ നിന്ന് ഇതിൽ പിങ്കിയെ ഒഴിവാക്കുവാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ, പിങ്കിയെ ഇറക്കി വിടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ പിങ്കിയുടെ കൂടെ നിന്ന് പിങ്കിയെ സപ്പോർട്ട് ചെയ്യുന്ന ഗിരിജനെ ഇനി ഇന്ദീവര തറവാട്ടിൽ വേണ്ട എന്നൊരു തീരുമാനമെടുക്കുകയും ഗിരിജയാണ് പിങ്കിയുടെ മനസ്സിൽ ഈ വിഷമെല്ലാം കുത്തിവെക്കുന്നത് എന്ന് ചർച്ചയാവുകയും അങ്ങനെ ലക്ഷ്മി ഇന്ദീവരം തറവാട്ടിൽ നിന്ന് ഗിരിജയെ തല്ലിയിറക്കുന്ന ചില രംഗങ്ങളൊക്കെ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയുന്നുണ്ട്. ആർക്കും തടുക്കുവാൻ പറ്റാതെ, പിങ്കിക്ക് പോലും തടുക്കുവാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ തടുക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പിങ്കി. കാരണം പിങ്കിയുടെ സകല കള്ളത്തരങ്ങളും ഗൗതമും നന്ദയും കണ്ടുപിടിച്ച് ഇന്ദീവരം തറവാട് മുഴുവൻ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ കണ്ടുപിടിച്ച സ്ഥിതിക്ക് പിങ്കിക്കിനി പിടിച്ചു നിൽക്കണമെങ്കിൽ ഗിരിജയെ ഇറക്കി വിടുമ്പോൾ തടയാൻ പറ്റത്തില്ല. തടഞ്ഞു കഴിഞ്ഞാൽ പിങ്കിയുടെ അവസ്ഥയും വളരെ പരിതാപകരമാകുമെന്ന് പിങ്കിക്ക് മനസ്സിലായി. ഒടുവിൽ ഗിരിജ ആ ഇന്ദീവരം തറവാട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ലാതെ പത്തി താഴ്ത്തി നിൽക്കുന്ന പിങ്കിയെ നമുക്ക് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇതിനിടയിൽ ഗൗതം അടുത്തൊരു നീക്കം നടത്തുന്നത് ഇന്ദീവരം തറവാട്ടിൽ വന്ന് വെല്ലുവിളിച്ച ഈ രത്നാകരൻ ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ ഒരു അന്വേഷണം നടത്തുകയാണ്. അന്വേഷണം നടത്തി ഒടുവിൽ ചെല്ലുന്നത് ആ കൈനോട്ടക്കാരനായിട്ട് വന്ന പവിത്രയുടെ ആദ്യ ഭർത്താവിലാണ് എത്തുന്നത്. അങ്ങനെ അവിടെ ചെന്ന് ഇവരെ കണ്ടുപിടിച്ച് ഈ നമ്മൾ സജയനെയും അതുപോലെ തന്നെ സോളമനെയും കണ്ടുപിടിച്ച് സോളമനെയും സജയനോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അല്ലെങ്കിൽ ചോദ്യം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയാണ്. ഇതിനിടയിൽ രത്നാകരനുമുണ്ട്. ഇവരെ 3 പേരെയും കൈയോടുകൂടി പിടിക്കുകയും അവരെ എല്ലാ വകുപ്പിലും പെടുത്തി അകത്താക്കുവാനുള്ള തന്ത്രപരമാകുന്ന ഗൗതമിൻ്റെ ചില നീക്കങ്ങൾ വിജയിക്കുന്നതൊക്കെ നമുക്ക് അടുത്ത ആഴ്ചയിലെ എപ്പിസോഡിൽ കാണുന്നുണ്ട്. ഇതിനിടയിൽ ഒരു അതിഥി താരമായി എത്തുന്ന നമ്മളെല്ലാം ആദ്യം മുതലേ പറഞ്ഞ ഒരു അതിഥി താരം ഇന്നത്തെ പ്രമോഷനിൽ രാവിലത്തെ പ്രമോഷനിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു അതിഥി നമ്മുടെ ഇടയിലേക്ക് വരുന്നു എന്ന്. അതാരുമല്ല, അർജുൻ്റെ രൂപസാദൃശ്യത്തോടു കൂടി അല്ലെങ്കിൽ ഒരൊറ്റ നോട്ടത്തിൽ അർജുൻ എന്ന വ്യക്തി ഇതിനിടയിലേക്ക് ഇന്ദീവരം തറവാട്ടിലേക്ക് വരുന്ന ഒരു ഭാഗമാണ്. ഇത് കണ്ടതും ഇത് നന്ദയുടെ ഒരു പ്ലാനും പദ്ധതിയുമാണ്. അർജുനെ മടക്കിക്കൊണ്ടുവരാണ്. അർജുൻ മരിച്ചു എന്നുള്ള റിയാലിറ്റിയാണ്. പക്ഷെങ്കിൽ ആരാണ് ഈ അർജുൻ്റെ വേഷത്തിൽ വീണ്ടും വന്നിരിക്കുന്നത് എന്ന് പ്രേക്ഷകരായി നമുക്ക് ഒരുപാട് പേർക്ക് ആകാംക്ഷയുണ്ട്. അതെന്തായാലും ഇപ്പം ഞാൻ സസ്പെൻസ് പൊട്ടിക്കുന്നില്ല. എന്തായാലും അർജുൻ്റെ അതേ രൂപത്തിലും ഭാവത്തിലും ശബ്ദത്തിലും ഒരു വ്യക്തി ഇന്ദീവരം തറവാട്ടിലേക്ക് വരുന്നു. ഇന്ദീവരം തറവാട്ടുകാർ ഈ രൂപസാദൃശ്യം കണ്ട് ഞെട്ടിപ്പോവുകയാണ്. ഗൗതം ഉൾപ്പെടെയുള്ള ആളുകൾ ഞെട്ടിപ്പോവുകയാണ്. ഇത് ഏറ്റവും കൂടുതൽ ഞെട്ടലുണ്ടാക്കുന്ന പിങ്കിയാണ് എന്നുള്ളതാണ് സത്യം. പിങ്കിയും ഈ അർജുനൻ്റെ അതേ രൂപസാദൃശ്യത്തിലുള്ള ഈ വ്യക്തിയെ കണ്ട് ഞെട്ടിപ്പോവുകയും ഇതാരാണ് എന്ന് മനസ്സിലാകാതെ നിൽക്കുകയും ചെയ്യുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഈ വന്നിരിക്കുന്ന വ്യക്തി പഴയ അർജുനൻ്റെ അതേ രൂപസാദൃശ്യം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ചില പ്രവൃത്തികളൊക്കെ അത് ഒത്തിരി വ്യത്യാസത്തോടു കൂടിയാണ്. എന്തായാലും ഒരു അപരനായിട്ടാണ് ഇന്ദീവരത്തിലേക്ക് വരുന്നത് എന്നുള്ളതും ഏറെ നമുക്ക് കാണുവാൻ ഏറെ സന്തോഷം തോന്നുന്ന ചില നിമിഷങ്ങളൊക്കെയാണ്. എന്തായാലും അടുത്ത ആഴ്ച തകർപ്പൻ എപ്പിസോഡുകളൊക്കെയാണ്. അങ്ങനെ പിങ്കിയുടെ സകല പ്ലാനും പദ്ധതിയും പൊളിയുകയും അങ്ങനെ ഇനി ഗൗതവുമായിട്ടുള്ളൊരു യാത്ര അതെല്ലാം ഇത് അടുത്ത ആഴ്ച എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ അവസാനിക്കുന്നതൊക്കെ നമുക്ക് കാണാം. എന്തായാലും അടുത്ത ആഴ്ച എപ്പിസോഡിലും ഫുള്ളായിട്ട് കാണുന്നത് പിങ്കിയുടെ സകല പദ്ധതികളും പൊളിയുന്നു, പിങ്കിയുടെ കള്ളത്തരങ്ങൾ പൊളിയുന്നു, പിങ്കിയുടെ ചിറ്റിയെ ഇന്ദീവര തറവാട്ടിൽ നിന്ന് പുറത്താക്കുന്നു.
അതിനോടൊപ്പം ഇന്ത്യവരം തറവാടിനെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് അതിഥി താരം അർജുൻ്റെ അതേ രൂപസാദൃശ്യത്തിൽ ഒരു വ്യക്തി കടന്നു വരുന്നു എന്നുള്ളതുമൊക്കെയാണ് അടുത്ത ആഴ്ച എപ്പിസോഡിലെ പ്രധാന സംഭവം. എന്തായാലും പ്രമോ ശേഷമാണ് ഞാനിപ്പോൾ പറയുന്ന റിയൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡ് പൂർണ്ണമായും കാണുവാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നുന്ന ചില നിമിഷങ്ങളൊക്കെ ആയിരിക്കും അടുത്ത ആഴ്ച ഫുള്ള്. അപ്പം നമ്മുടെ പരിതാപവും നമ്മുടെ പരാതിയും അതുപോലെ ഇനി ഒരു തീരുമാനങ്ങളൊക്കെ എടുത്തല്ലോ, നമ്മളിനി ഈ ഭാഗം കാണുന്നില്ല, ഈ വിശേഷങ്ങൾ കാണുന്നില്ല എന്നൊക്കെ എടുത്ത് തീരുമാനമെടുത്തവരൊക്കെ മടങ്ങി വരുവാനുള്ള നല്ലൊരു അവസരമാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയ വിശേഷങ്ങളൊക്കെ ആയി വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.